എല്ലാ വിശ്വാസി സമൂഹത്തിനും നമസ്കാരം. ഇന്ന് നമ്മൾ വീണ്ടും ഒരു പുതിയ വിഷയത്തിലേക്ക് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്, അതായത് ഈ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 27-37 വരെയുള്ള വാക്യങ്ങൾ. അതായത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 27-37 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമുക്ക് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഇന്നത്തെ അഞ്ചാം ദിവസത്തെ നമ്മുടെ ഉപവാസ ദിവസം ആണല്ലോ. ഇതിനു വേണ്ടി നമുക്ക് എന്ത് ജീവിതത്തിൽ പ്രയോജനം ഉണ്ടാകുന്നു, നമ്മുടെ ജീവിതത്തിനെ എങ്ങനെ അതിനെ പരിവർത്തനം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിഷയത്തിലാണ് നമ്മൾ ചിന്തിക്കുക. ഇതൊരു യേശുക്രിസ്തുവിൻ്റെ ഒരു പർവ്വതത്തിൻ്റെ ഉപദേശമായിട്ടാണ് ഇതിനെ കണക്കിലെടുക്കുന്നത്. ഇതിൽ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, വ്യഭിചാരവും ശുദ്ധതയും പറ്റിയാണ് ഒരു പോയിൻ്റ്. രണ്ടാമത്തെ പോയിൻ്റ് നമ്മൾ കാണുന്ന ശബദവും സത്യത്തിനനുസരിച്ച് ജീവിക്കുന്ന ജീവിതത്തെ പറ്റിയാണ് ഇതിനെപ്പറ്റിയുള്ളത്. അപ്പം ഈ വ്യഭിചാരത്തെപ്പറ്റി യേശുക്രിസ്തു പറയുന്നത്, നീ വ്യഭിചാരം ചെയ്യല്ല എന്ന് പറയും. ഇത് നമ്മൾ പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകം അല്ലെങ്കിൽ എക്സോഡസ് പുസ്തകത്തിൽ നമ്മളിപ്പോൾ ഇത് കാണുന്നുണ്ട്. ആ സമയത്ത് യഹൂദന്മാർ ഇതിനെ ബാഹ്യമായ രൂപത്തിൽ മാത്രമേ ഇതിനെ ചിന്തിച്ചിട്ടുള്ളൂ, ആന്തരികമായ രീതിയിൽ അത് ചിന്തിച്ചില്ല. അതുകൊണ്ട് പലവട്ടവും യഹോവയാൽ അവർ ശിക്ഷിക്കപ്പെട്ടു. ഈ യഹോവ ശിക്ഷിക്കപ്പെട്ടതുകൊണ്ട് അവർക്ക് ഇന്ന് യേശുക്രിസ്തു അതിനെപ്പറ്റി കൂടുതലായിട്ട് അതിനെപ്പറ്റി നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കുന്നത്, നിൻ്റെ മനസ്സിൽ ഒരു വാസന വന്നാൽ അത് തന്നെ യഹോവ അതിൽ ഇഷ്ടപ്പെടുന്നില്ല. നിൻ്റെ മനസ്സിലൊരു ധാരണ വന്നു കഴിഞ്ഞാൽ, തെറ്റായ ധാരണ വന്നു കഴിഞ്ഞാൽ അത് തന്നെ പാപമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ നമ്മൾ യഹൂദന്മാരുടെ കൂട്ട് നമ്മുടെ ജീവിതം നമ്മൾ നയിക്കാതെ നമ്മൾ യഹൂദന്മാരെ കണ്ട് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അങ്ങനെയാണ് ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിലൊക്കെ വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ ജീവിക്കേണ്ടത് വളരെ ആവശ്യമാണ്. യേശുക്രിസ്തു പറയുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ശുദ്ധതയെപ്പറ്റിയാണ് കൂടുതലും പറയുന്നത്. നമ്മുടെ ഹൃദയം എങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ട് നമ്മൾ ജീവിക്കണം അതിനെപ്പറ്റിയാണ് നമ്മൾ കൂടുതൽ പറയുന്നത്. ഈ പറയുന്ന വചനത്തിൽ പറയുന്നത്, നിൻ്റെ കണ്ണുകൾ നിൻ്റെ വലത്തെ കണ്ണ് ഏതെങ്കിലും തെറ്റായ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആ കണ്ണ് നീ ഉണ്ടല്ലോ അത് എടുത്തു കളയുക. ഇതൊരു ഉപമ മാത്രമാണ്. എന്തുകൊണ്ടെന്നാൽ ആ മൊത്തം ശരീരം നഷ്ടപ്പെടുത്തുന്നതിനെക്കാട്ടി ബെറ്റർ ഒരു അവയവം മാറ്റിയെടുക്കുക. ഇതൊരു ഉപമയായിട്ട് അല്ല പ്രതീകാത്മകമായിട്ട് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു പ്രോവർബാണ്. അങ്ങനെ നമ്മളെ പറഞ്ഞ് എത്രയുമാത്രം ഗഹനമായിട്ടാണ് യേശുക്രിസ്തു നമ്മളെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ നമ്മുടെ പവിത്രമായ ജീവിതം നമ്മുടെ ഹൃദയത്തിൽ കൂടി നമ്മൾ ജീവിക്കാനായിട്ട് പഠിക്കണം. അല്ലാതെ നമ്മൾ ബാഹ്യമായ രീതിയിൽ നമ്മൾ ജീവിക്കാനായിട്ട് പഠിക്കില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സ്, നമ്മുടെ കണ്ണ്, നമ്മുടെ ചിന്താഗതി, ഇതിൻ്റെ മൂന്നിനെ നമ്മൾ രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ പ്രോവർബിൻ്റെ 4-ാം അധ്യായം 23 നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്, നമ്മുടെ മനസ്സിനെ അല്ലെങ്കിൽ ഹൃദയത്തിനെ രക്ഷിക്കുക. നമ്മുടെ മനസ്സ്, അതായത് നമ്മുടെ വരാൻ പോകുന്ന ചിന്താഗതികളും ഭാവനകളും നമ്മുടെ ആഗ്രഹങ്ങളും ഈ ലൗകിക ജീവിതത്തിൽ അത് നമുക്ക് ഉണ്ടാകുന്ന പാപങ്ങളാണെന്ന്, അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാനായിട്ട് നമ്മൾ എങ്ങനെ നമുക്ക് സാധിക്കും, അതാണ് നമ്മുടെ കണ്ണുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ നമുക്ക് മനസ്സിലാകേണ്ടത്. അപ്പോൾ നമ്മൾ പവിത്രതയായിട്ടും സദവിചാരങ്ങൾ നമ്മുടെ മനസ്സിൽ വന്ന് ദൈവികമായ ഓർഡറിനെ നമ്മൾ മാനിച്ച് ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക്. അപ്പോൾ മനസ്സിനെ സംബന്ധിച്ച് നമുക്ക് ഇതിനെപ്പറ്റി പറയുന്നത്, നമ്മളെപ്പോഴും നമ്മൾ ആത്മാവിൻ്റെ ആഴത്തിലുള്ള നമ്മുടെ തീരുമാനത്തിനെയാണ് അവിടെ പ്രത്യക്ഷപ്പെടുത്തുന്നത്. അത് നമ്മുടെ മാത്രം ശുദ്ധതയുണ്ടെന്നുള്ളതാണ് നമുക്കവിടെ മനസ്സിലാക്കുന്നത്. നമ്മളിങ്ങനെയുള്ള ദോഷങ്ങളെ നമ്മൾ യഹോവയുടെ വചനത്താൽ നമ്മൾ അതിനെ ആ കണ്ണിനെ രക്ഷപ്പെടുത്തുവാൻ നമ്മൾ ശ്രമിക്കണം. ഇതാണ് അവിടെ പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിനെ അങ്ങനെയുള്ള സമയത്ത് ആ മനസ്സിനെ നമ്മൾ രക്ഷപ്പെടുത്തിയെങ്കിൽ മാത്രമേ കണ്ണിൻ്റെ നമ്മൾ രക്ഷപ്പെടുത്തുക. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 22-23 പറയുന്നുണ്ട്, നമ്മൾ ശരീരത്തിന് നമുക്ക് തന്നിരിക്കുന്ന കണ്ണിനെ അതിൽ കൂടി നമ്മൾ രക്ഷപ്പെടുത്തണമെന്നാണ് പറയുന്നത്. ആ കണ്ണിനെ രക്ഷപ്പെടുത്തണം. എന്താ വെച്ചാൽ അശ്ലീലമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ കൊതിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ വ്യർത്ഥമായ സാധനങ്ങൾ നോക്കുന്നത്, ഇതെല്ലാം മനസ്സിൽ
പതിക്കും. അങ്ങനെ വരുമ്പോൾ അത് പാപമായിത്തീരുന്നു, അത് വാസനയായിത്തീരുന്നു. അങ്ങനെയുള്ള നമ്മുടെ ഈ കണ്ണുകൊണ്ടുണ്ടാകുന്ന ദോഷവശങ്ങളെയെല്ലാം നമ്മൾ എടുത്ത് കളയുക. നമ്മൾ അങ്ങനെയുള്ള ശുദ്ധീകരണത്തിലേക്ക് നമ്മളായിത്തീരണം. മൂന്നാമത് നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്താഗതികൾ, അതിൽ നമ്മൾ രക്ഷപ്പെടണം. 2 കൊരിന്ത്യർ 10-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഈ പ്രകാരം പറയുന്നു, എല്ലാ ചിന്താഗതികളെയും നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ അധീനമായിട്ട് കൊണ്ടുവരണമെന്ന്. അതിൻ്റെ അർത്ഥം പറഞ്ഞാൽ തെറ്റായ ചിന്താഗതികളും കൽപ്പനകളും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ വരുന്ന ധാരണകളും ഇതൊന്നും നമ്മൾ ഉണ്ടല്ലോ, അതിനെല്ലാം നമ്മൾ വെടിയണം. നമ്മൾ ഈ നോയമ്പ് സമയത്ത് അത് വെടിഞ്ഞ് നമ്മൾ ശുദ്ധീകരിക്കപ്പെടണം. നമ്മൾ പവിത്രമായ ജീവിതം, നമ്മൾ റൈച്ചസ് ആയിട്ടുള്ള ഒരു ജീവിതം, നമ്മൾ ഉത്തമമായ ജീവിതം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നയിക്കാനായിട്ട് പഠിക്കണം. ഇതാണ് നമ്മളെപ്പറ്റി നമുക്ക് ഈ പറയാൻ മനസ്സിലാക്കുന്ന സാധിക്കുന്നത്. നമ്മൾ ഇങ്ങനെയുള്ള ഒരു ജീവിതം ജീവിക്കുമ്പോൾ മാത്രമേ പാപരഹിതമായ ഒരു ജീവിതം നമുക്ക് ജീവിക്കാൻ പറ്റും. നമുക്ക് ഉദാഹരണമായിട്ട് മനസ്സിലാകാം, ഒരു കൊച്ചു അരി കൊണ്ട് തന്നെ ഒരു വലിയൊരു വൃക്ഷം നമ്മൾ വളർന്നു വരുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ മനസ്സിൽ ഒരു ചെറിയ ഒരു തെറ്റായ ചിന്താഗതി മനസ്സിൽ ഉൽപ്പതിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് ആ പാപത്തിൻ്റെ വലിയൊരു വൃക്ഷമായി മാറും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു ഈ വാക്ക് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കണം, നമ്മൾ മനസ്സിനെ തൃപ്തിപ്പെടുത്തി നമ്മളത് മനസ്സിൽ നിന്ന് തെറ്റായ ചിന്തകളിൽ മാറ്റണം. രണ്ടാമത്തെ പോയിൻ്റ്, നമ്മൾ ശബദവും അതോടൊപ്പം തന്നെ സത്യത്തിനനുസരിച്ച് ജീവിക്കുന്നതിനെ പറ്റിയാണ് നമുക്ക് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 33 തൊട്ട് 37 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പറയുന്നത്. അതായത് നമ്മൾ വെറുതെ ഒരു ശബദം നമ്മൾ ഒരിക്കലും എടുക്കാൻ പാടില്ല. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരാളോട് യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അത് ആയിരിക്കണം, ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇല്ല എന്ന് ആയിരിക്കണം. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കള്ളം പറയുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കള്ളസാക്ഷ്യം നമ്മൾ പറയാൻ പാടില്ല. ഇതാണ് പറയപ്പെടുന്നത്. കള്ളസാക്ഷ്യം പറയുന്ന പാപമാണെന്നാണ് നമ്മളെ യേശു ക്രിസ്തു പറഞ്ഞ് പഠിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള സാക്ഷ്യങ്ങൾ നമ്മൾ പറയും നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി. യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്ന നമ്മുടെ സത്യക്രിസ്ത്യാനികൾക്ക് ജീവിക്കാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സത്യമായ രീതിയിൽ നമ്മൾ ജീവിക്കുക. അവിടെ ശബദത്തിൻ്റെ ആവശ്യമേ ഇല്ല. സത്യം പറയാനും നമ്മൾ ഹോണസ്റ്റ്ലി നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും ശബദം എടുക്കേണ്ട കാര്യം വരുന്നില്ല. പക്ഷേ നമ്മളൊക്കെ ആ സത്യം പറയാത്തത് കൊണ്ട് നമുക്ക് പലവട്ടവും നമ്മൾ ഈ ലൗകിക ജീവിതത്തിൽ അടിമപ്പെട്ടിട്ട് നമുക്ക് കള്ളം പറയേണ്ട കാര്യം വരുന്നുണ്ട്, അസത്യമായ കാര്യങ്ങൾ പറയേണ്ട ഗതികേട് വരുന്നുണ്ട്. അത് നമുക്ക് മാറ്റിയെടുക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര ഹോണസ്റ്റാണെന്നും എത്ര സത്യസന്ധതയിൽ ജീവിക്കുന്നു എന്നുള്ളത് നമ്മളെ തന്നെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഓരോ സംസാരത്തിൽ നമ്മൾ വിശ്വസനീയമായ രീതിയിൽ സംസാരിക്കുക. കള്ളങ്ങളും ആഡംബരങ്ങൾ കാണിച്ച് നമ്മൾ ജീവിക്കാനായിട്ട് ശ്രമിക്കല്ലേ. അത് യഹോവയ്ക്ക് അത് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. എപ്പോഴും നമ്മൾ സത്യം വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും ജനങ്ങൾ നമ്മളെ എപ്പോഴും ഏത് സമയത്ത് നമ്മളെ വിശ്വസിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഉപവാസത്തിൻ്റെ 5-ാം ദിവസമാണ്. ഇന്ന് നമ്മൾ ഈ 50 നോയമ്പ് നമ്മൾ ആചരിക്കുന്ന ഈ സമയത്ത് നമുക്ക് നമ്മുടെ ആത്മപരീക്ഷണം നമ്മൾ ചെയ്യുക എന്നുള്ളത് വളരെ ആവശ്യമാണ്. ഈ ആത്മപരീക്ഷണത്തിനായിട്ട് നമ്മളെ പശ്ചാത്തപിക്കുക, പാപത്തിൽ നിന്ന് നമ്മൾ പശ്ചാത്തലം എടുക്കുക, മനസ്സ് മാറ്റി നമ്മൾ പശ്ചാത്തപിക്കുക എന്നുള്ളത് വളരെ ആവശ്യമാണ്. പ്രാർത്ഥനയിൽ നമ്മുടെ സമയത്തിനെ കൂടുതൽ ചിലവാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ശുദ്ധീകരണത്തിൻ്റെ ജീവിതം ഉണ്ടായിക്കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ഈസ്റ്ററിൻ്റെ ദിവസം നമുക്ക് സന്തോഷിക്കാൻ സാധിക്കത്തുള്ളൂ. ഇല്ലായെങ്കിൽ നമ്മൾ ഈസ്റ്ററിൻ്റെ ദിവസം നമ്മൾ സന്തോഷിക്കുന്ന വെറുതെ ഒരു സന്തോഷം മാത്രമായിട്ട് നമുക്ക് മനസ്സിലാക്കിയത്. അപ്പോൾ ആത്മപരീക്ഷണം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ചിന്താഗതിയിൽ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളത് ആ ചിന്താഗതിയെപ്പറ്റി നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹൃദയത്തിൻ്റെ ശുദ്ധതയെപ്പറ്റി നമുക്ക് ചിന്തിക്കേണ്ടത്. അപ്പോൾ യേശു ക്രിസ്തു നമ്മളോട് പറഞ്ഞിരിക്കുന്ന മനസ്സിൻ്റെ പവിത്രതയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സത്യത്തിനും നീതിക്കും നിരക്കുന്ന രീതിയിൽ നമ്മുടെ വാക്കിനും നമ്മൾ മറ്റുള്ളവരോട് ഇടപെടുന്നതിൻ്റെ ബിഹേവിയറും അതനുസരിച്ച് നമുക്ക് സത്യസന്ധമായിട്ട് നമുക്ക് ജീവിക്കേണ്ടത് ആവശ്യമുണ്ട്. ത്യാഗത്തിൻ്റെയും അനുശാസനത്തിൻ്റെയും അല്ലെങ്കിൽ ഡിസിപ്ലിൻ്റെയും ജീവിതം നമ്മൾ ജീവിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മോശമായ സ്വഭാവങ്ങളെല്ലാം നമ്മൾ ദൂരം മാറ്റി
നമ്മളൊരു സങ്കല്പം എടുത്തുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതം നമ്മൾ എങ്ങനെ പ്രയോജനപ്പെടുത്താം ഇങ്ങനെയുള്ള ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് പ്രതിദിനം നമ്മൾ പ്രാർത്ഥന ചെയ്യുകയും വചനം വായിക്കുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മൾ തെറ്റായ ചിന്താഗതി നമ്മുടെ മനസ്സിൽ വന്നാൽ അതിനെ നമ്മൾ തടയണം. അത് നമ്മുടെ ഉള്ളിലോട്ട് കയറ്റല്. അതുപോലെ നമ്മൾ എപ്പോഴും സത്യം പറയുന്നതിൻ്റെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. അതോടൊപ്പം തന്നെ എപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയ, ടി വി, അതുപോലെ മറ്റുള്ള സാധനങ്ങളിൽ ഉണ്ടാകുന്ന ദുഷ്പ്രചാരണങ്ങളെ നമ്മുടെ ഉള്ളിലേക്ക് കയറ്റാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളെ മനസ്സ് അശുദ്ധയായി പോകും. അതുകൊണ്ട് പവിത്രമായി ജീവിക്കാനായിട്ട് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകത്തി വയ്ക്കണം. നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈ വചനത്തിൽ മേളിൽ പറയുന്ന വചനങ്ങൾ പ്രകാരം നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പവിത്രത എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ കൂടി വരുന്ന കാര്യമാണ്, അല്ലാതെ വെളിയിൽ കൂടെ കാണിക്കേണ്ട കാര്യമല്ല. വെളിയിൽ നിന്നല്ല വരുന്നത്, അത് ഉള്ളിൻ്റെ ഹൃദയത്തിൽ കൊണ്ട് ഉള്ളിൽ വരുന്നതാണ്. സത്യത്തിനനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യ എന്ന് പറയുന്നത് നമ്മുടെ യേശു മശിഹയുടെ ഫൗണ്ടേഷനാണ്, ജീവിതത്തിൻ്റെ ഫൗണ്ടേഷൻ. ആ യേശു മശി നമുക്ക് തന്നിരിക്കുന്ന ഒരു ബേസിക് കൺസെപ്റ്റാണ് നമ്മൾ സത്യസന്ധമായിട്ട് ജീവിക്കുക എന്നുള്ളത്. അപ്പോൾ യഹോവ നമ്മുടെ ഹൃദയത്തിനെ പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. ആ യഹോവ നമ്മളെ പരിശോധിക്കുമ്പോൾ നമ്മൾ ശുദ്ധരും നിഷ്കളങ്കരും ഓണസ്റ്റും സത്യസന്ധതയായിട്ട് ജീവിക്കുന്നവരായിത്തീരണം. അങ്ങനെ വരുമ്പോൾ മാത്രമേ ഈ ഉപവാസം വലിയൊരു ഉപവാസം, വലിയ നോയമ്പെന്ന് പറയുന്ന ഈ ഉപവാസം നമുക്ക് നമ്മുടെ ജീവിതത്തിനെ ക്രമപ്പെടുത്തി അതിനെ പരിവർത്തനം ചെയ്യാനും അതോടെ തന്നെ യഹോവയുടെ അടുത്തേക്ക് നമ്മൾ കയറി ചെല്ലുവാനായിട്ട് നമുക്കത് ഒരു അവസരമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 5-ാം ദിവസത്തെ നോയമ്പിനെ നമുക്ക് വിജയകരമാക്കി തീർക്കുവാനായിട്ട് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇത് നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ ആൾക്കാർക്കും വേണ്ടി അത് പ്രയോജനപ്പെടട്ടെ, അത് നമ്മൾ ആത്മീയപരമായി വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഗോഡ് ബ്ലസ് ടു ഓൾ.